ഷുഗർ സ്പൈക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഞാൻ ഈ പറയുന്ന 5 സിറ്റുവേഷൻസ് ഭക്ഷണമായിട്ട് യാതൊരു ബന്ധമില്ല, എന്നാലും നിങ്ങളുടെ ഷുഗർ സ്പൈക്ക് ആവും. ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കും. സ്ട്രെസ് അതില്ലാത്ത ആരുമില്ല അല്ലേ? സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് പോകുന്നത് വഴി കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ റിലീസ് ആവുന്നു. ഇതെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ലിവറിലുള്ള ഫാറ്റ് സെൽസിന് അലിയിപ്പിച്ചിട്ട് ഇൻസ്റ്റന്റ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് റൈസ് ആവുന്നു. എന്നാൽ ദിസ് ഇസ് ഗുഡ് ഫോർ യു. നിങ്ങളൊരു ടൈഗറിൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോവാണെങ്കിൽ, പക്ഷെ നിങ്ങൾ ട്രാഫിക്കിൽ സ്റ്റക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ചെയറിലിരിക്കുമ്പോൾ നിങ്ങളുടെ മാനേജർ വന്ന് ഷൗട്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഈ കൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ സ്പൈക്ക് വരുന്നതെങ്കിൽ ഇറ്റ്സ് ബാഡ് ഫോർ യു. അത് ക്രോണിക് ആണെങ്കിൽ വളരെ മോശമാണ്. ഉറക്കം ഒരു രാത്രി പോലും മര്യാദക്ക് ഉറങ്ങാതിരിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് അധികമാകുകയും അത് സെൽസിന് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഇത് തന്നെ ക്രോണിക് ആയിട്ട് സ്ലീപ്പ് നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രോണാണ്. എക്സസൈസ്, യെസ്, എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് സ്പൈക്ക് വരാം. എന്ന് വെച്ചാൽ എക്സസൈസ് ആക്ച്വലി ഇൻ ലോങ് ടേം ഇൻസുലിൻ സെൻസിറ്റിവിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ പോലും എക്സസൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത്. അതിന് നിങ്ങളുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് തന്നെ സഹായിക്കണം. സോ എല്ലാ ബ്ലഡ് ഗ്ലൂക്കോസ് സ്പൈക്കും ബാഡ് അല്ല. സോ ദിസ് ഇസ് എ ഗുഡ് തിങ്. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവാം. പക്ഷെ ദാറ്റ് ആക്ച്വലി വർക്ക്സ് ആസ് എ ഫ്യൂവൽ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവലാണ് ഈ സമയത്തുള്ള ഗ്ലൂക്കോസ്. ഫോർ എക്സാമ്പിൾ, ഡയബറ്റിക് ഉള്ളൊരു വ്യക്തിയുടെ ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹയർ സൈഡിലായിരിക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ആ ഒരു ടൈമിൽ ടെമ്പററി ആയിട്ട് നമ്മൾ അവരുടെ ഡ്രഗ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഹോർമോൺ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റാണത്. സ്ത്രീകളുടെ സൈക്കിളിൻ്റെ സെക്കൻഡ് ഫേസിൽ പ്രൊജസ്ട്രോൺ അധികമാവുന്നതും പെരിമെനപ്പോസലായിട്ടും മെനപ്പോസലായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് അധികമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു 40 to 50 വയസ്സിൻ്റെ സമയത്ത് വെയിറ്റ് ഗെയിനും ഫെറ്റീഗും മൈൻഡ് ക്ലിയർ അല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ തോന്നുന്നത്. അത് ഈ ഒരു സംഭവം കൊണ്ടാണ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഷുഗർ സ്പൈക്ക് ഒരിക്കലും ഒരു വില്ലനല്ല. പക്ഷേ എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ഷുഗർ ഹൈയിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തുള്ളൊരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് തേടുക.